ലഹരിക്കെതിരെ SKN നടത്തുന്ന യാത്ര എടരിക്കോട് സ്കൂളിലെത്തിയപ്പോൾ കണ്ടത് ബോധവൽക്കരണ കലാപരിപാടികൾ. എടരിക്കോട് PKMM HSSലാണ് ഇന്ന് വൈകിട്ടോടെ യാത്രയെത്തിയത്. അവധിക്കാലം മറന്ന് നിരവധി കുട്ടികളും രക്ഷിതാക്കളും ലഹരിക്കെതിരെ കൈകോർത്തു. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ കാണുന്നത് VPS ലേക്ക് ഷോർ പ്രസൻസ് SKN 40 തുടരുകയാണ്. ഇത് നമ്മൾ എടരിക്കോട് വന്നിരിക്കുക. എടരിക്കോട് PKMHS ആണിത്. ഈ PKMHSന്റെ ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ SLC എഴുതിയതും ഇവിടെയാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പം അത്തരം ഒരു സ്കൂളുകളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. മക്കളെ, എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ സ്കൂളിൽ നിന്നും SLCക്ക് ഫുൾ A+ വാങ്ങി പാസ്സായി വരുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള +2 ബാച്ച് ഞങ്ങൾക്കില്ല. എത്ര സ്ട്രെങ്ത് ഇവിടെ കുട്ടികൾ ടോട്ടൽ കുട്ടികൾ സ്കൂളിൽ? 7000-ലധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രിൻസിപ്പൽ ഇവിടെ ഞങ്ങളുടെ മാനേജർ. നമസ്കാരം സാർ. ഞങ്ങളുടെ പേര്? ഞാൻ മുഹമ്മദ് സാർ. ഞങ്ങളുടെ സുധീഷ്, ഇത് ഞങ്ങളുടെ മാനേജറാണ് സാർ. അല്ല, ഈ നമ്മുടെ ഇത്രയും വലിയ സ്ട്രെങ്ത് വേറെ സ്കൂളിൽ കേരളത്തിലില്ല, ഏഷ്യയിലില്ല. പൊതുമേഖലയിൽ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഏഷ്യയിൽ തന്നെ ആദ്യത്തെ സ്കൂളാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സ്കൂളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അരുത് അക്രമം, അരുത് ലഹരി എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 24 ചാനൽ അതിന്റെ നായകത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട SKNനും ചാനൽ പ്രവർത്തകന് ആളുകൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ കാലിക പ്രസക്തമായ മുദ്രാവാക്യം അതിന്റെ വിപത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിനെ ബോധവൽക്കരിക്കുന്ന ഈ പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട SKNനെ എല്ലാവിധ ആദരവോടും കൂടിയിട്ട് PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു ചെറിയ പ്രശ്നമല്ല, നിങ്ങൾ കരുതുന്നത് പോലെ ഇത് നിസ്സാര പ്രശ്നമല്ല. എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ സ്കൂൾ വരാന്തകളിലൂടെ നടക്കുമ്പോഴോ നിങ്ങളുടെ ഈ സ്കൂളിലേക്ക് കയറുന്ന ഇടവഴികളിലും ഒക്കെ തന്നെ ഈ നരാധമന്മാർ, ഈ നെറികെട്ടവന്മാർ കാത്തു നിൽക്കുന്നുണ്ടാകും. ചെറിയ മിഠായി തരാം, കൂളെന്ന് പറയുന്ന ചില മിഠായിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ലഹരി മിക്സ് ചെയ്ത ചില മിഠായികൾ കേരളത്തിലെ പല ജില്ലകളിലും ഞങ്ങളത് കണ്ടു. ഞങ്ങളൊരു അമ്പരപ്പോടെ ഓർക്കുകയായിരുന്നു. ആർത്തിമൂത്ത് വട്ടായ കുറെ കർഷകർ പണമുണ്ടാക്കണം എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ കുരുന്നുകളെ കുരുതി കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴുകൻ കണ്ണുമായി പാറിപ്പറന്നുവോ അക്ഷരത്തെ മഴ ഒഴിക്കുന്ന കുരുന്നുകളെ കരൾ കൊത്തി വലിക്കാനായി റാഞ്ചിയെടുക്കുമോ? ഇനി രാതി പറന്നെത്തുമോ വിദ്യാലയങ്ങൾക്കും മീതെ? ഈ നഗരത്തിന് ഇതെന്തു പറ്റി? മയക്കുമരുന്നിന്റെ ഉപയോഗം ആതീതമായി കൂടി വരുന്നു. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാണ്? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്, ഉപയോഗിക്കാൻ അനുവദിക്കരുത്. ഗുരുവിനെ പിടികൂടാൻ മാഫിയ പറഞ്ഞിൽ കൊണ്ടെമ്പാടും പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണ്. ഞങ്ങൾ കണ്ട കാഴ്ചകൾ, ഈ യാത്രയിലുടനീളം ഞങ്ങൾ കണ്ട കാഴ്ചകൾ വാർത്താമുറിയിൽ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ എത്രയോ മടങ്ങ്, എത്രയോ വലിയ ഗ്രാവിറ്റിയിൽ ഭീകരമാണ് എന്നതിന് ഞെട്ടൽ ഞങ്ങൾ മറച്ചു. ആ ക്ലസ്റ്റിൽ കയറി കൺഫ്യൂഷൻ ഉണ്ടാക്കി കൂടുതൽ സെറാട്ടോൺ ഉൽപ്പാദിപ്പിച്ച് ജീവിതം മുടിച്ചു കളയുന്നൊരു പരിപാടി. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്കിനി ഈ മണ്ണിൽ വേണ്ട. ഞങ്ങൾ ഇതിനേക്കാൾ വലിയ വേട്ടക്കാരെ കണ്ടവരാണ്. ഇത് കേരളഗാന്ധി കേളപ്പന്റെ പിന്മുറക്കാരാണ്, ഇത് വാര്യംകുന്നന്റെ പിന്മുറക്കാരാണ്, ഇത് മലപ്പുറം ശോതാക്കളുടെ പിന്മുറക്കാരാണ്, ഇത് ആലി മുസ്ലിയാരുടെ പിന്മുറക്കാരാണ്. ആ ബ്രിട്ടീഷുകാരെ തുരത്തിയ ഞങ്ങൾക്ക് നിങ്ങളൊരു ഇരയല്ല. അതുകൊണ്ട് കടക്ക് പുറത്ത് എന്ന് നമ്മൾ വരുന്ന 20-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നു. അവരുടെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാവവ്യത്യാസം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മാറ്റമുണ്ടെങ്കിൽ, അവരുടെ കാലൊന്ന് ഇടറിയാൽ, കണ്ണൊന്ന് തെറ്റിയാൽ, മുഖമൊന്ന് കറുത്താൽ, കണ്ണൊന്ന് കലങ്ങിയാൽ തിരിച്ചറിയാൻ കഴിയുന്നത് ഈ അധ്യാപകർക്കാണ്. അതിനവർക്ക് കഴിയും. അങ്ങനെയുള്ള ഒരു മക്കളെയും ഏതെങ്കിലും ഒരു രാസലഹരിക്കാരനോ ഏതെങ്കിലും ഒരു അധാർമിക ശക്തിയോ കൊത്തിക്കൊണ്ടു പോകില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നുണ്ട്.
പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു.